നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 13 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 28 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പെരിഞ്ഞനം സ്വദേശി പുത്തുപുരയ്ക്കൽ സായൂജിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ കോടതി ശിക്ഷിച്ചത്. UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. CPM-ന്റേത് കെട്ടിപ്പൊക്കിയ കണക്കുകളെന്നും ചെന്നിത്തല. കാട്ടാന മഞ്ഞക്കൊമ്പന്റെ തുമ്പിക്കൈക്ക് പരിക്ക്. മറ്റാനകളുമായി കൊമ്പ് കോർത്തപ്പോഴാണ് പരിക്കേറ്റതെന്ന സൂചന. നാളെ വിഷു ആഘോഷത്തിനൊരുങ്ങി മലയാളികൾ. പച്ചക്കറി പടക്കം വിപണിയിൽ വൻ തിരക്ക്. കാരമുക്ക് മാങ്ങാട്ടുകരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് സ്വദേശി അശ്വിൻ, മണലൂർ സ്വദേശി വിഷ്ണു എന്നിവരാണ് മരിച്ചത്. വാർത്തയിലേക്ക്. 13 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 28 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പെരിഞ്ഞനം സ്വദേശി പുത്തുപുരയ്ക്കൽ സായൂജിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വിവിജ സേതുമോഹൻ ശിക്ഷിച്ചത്. 2018-ലാണ് കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. താണിക്കുടത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. UDF വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ രാഹുൽ ഗാന്ധിക്കാണ്. തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ UDF-നെ ഒറ്റക്കെട്ടായി അദ്ദേഹം നയിച്ചു. തർക്കമില്ലാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. CPM-ന്റെ കണക്കുകൾ കെട്ടിപ്പൊക്കിയ കണക്കുകളാണ്. അത് LDF പ്രവർത്തകരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ വേണ്ടി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതായി കണക്കുകൂട്ടിയാൽ മതി. കേരളത്തിലെ ജനങ്ങൾ 10 വർഷത്തെ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗം ശക്തമായി താഴെത്തട്ട് മുതൽ അലയടിച്ചിട്ടുണ്ട്. UDF-ന് അനുകൂലമായ തരംഗമുണ്ട്. 100 സീറ്റ് ഉറപ്പായി ലഭിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ക്രൈസ്തവ സഭയ്ക്കെതിരെ BJP ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കാനാവില്ല. BJP-യുടെ നടപടി കേരളം ഒറ്റക്കെട്ടായി എതിർക്കും. ക്രൈസ്തവ പുരോഹിതന്മാർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. CPM-ന്റെ കണക്കുകളൊക്കെ കെട്ടിപ്പൊക്കിയ കണക്കുകളാണ്. അത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ വേണ്ടി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ 10 വർഷത്തെ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ മാറ്റം സ്വാഭാവികമായും കേരള ജനത ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഇവിടെയുണ്ട്. കാട്ടാന മഞ്ഞക്കൊമ്പന് തുമ്പിക്കൈക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം വെള്ളിക്കുളങ്ങര ചൊക്കനയിലെ വനത്തിൽ നിൽക്കുമ്പോഴാണ് ആനയുടെ തുമ്പിക്കൈയിൽ കൊമ്പിനടുത്ത ഭാഗത്ത് മുറിവ് കണ്ടെത്തിയത്. മറ്റാനകളുമായി കൊമ്പുകോർത്തപ്പോഴാണ് പരിക്കേറ്റതെന്ന് സൂചന. മഞ്ഞക്കൊമ്പൻ ഇപ്പോൾ മദപ്പാടിലാണ്. ഷോളയാറിൽ കഴിഞ്ഞ മാസം പ്രത്യക്ഷപ്പെട്ട കൊമ്പൻ വിനോദയാത്രികന്റെ കാർ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. മദപ്പാടുള്ള വേളയിൽ ആനയെ ചൊക്കന വനാന്തരത്തിലാണ് കാണാറുള്ളത്. പൊകലപ്പാറ, അതിരപ്പള്ളി പ്രദേശങ്ങളിൽ നേരത്തെ 3 പേരുടെ മരണം മഞ്ഞക്കൊമ്പന്റെ ആക്രമണത്തിലാണെന്ന പ്രചരണമുണ്ട്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓർമ്മകൾ ഉണർത്തി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. വിഷു ആഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. വിഷു വിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് വിഷുക്കണി ഒരുക്കാനുള്ള കണിവെള്ളരിയും കണിക്കൊന്നപ്പൂക്കളും വാങ്ങാനുള്ള തിരക്ക്. കണിക്കൊന്നപ്പൂക്കളുടെ വിൽപ്പന സജീവമാണ്. ഒരു കെട്ട് പൂവിന് 50 രൂപയാണ് വില. പടക്ക വിപണിയിലും തിരക്ക് അനുഭവപ്പെട്ടു. ശബ്ദത്തെക്കാളുപരി വർണ്ണമനോഹാരിത നൽകുന്ന പുതുപുത്തൻ മോഡലുകളാണ് ഇത്തവണ വിപണി കീഴടക്കുന്നത്. പച്ചക്കറി വിപണിയിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. വിഷുവിനോടനുബന്ധിച്ച് പച്ചക്കറികൾക്ക് വില അല്പം കൂടിയിട്ടുണ്ട്. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ നാടൻ പയറിനും ബീൻസിനും 90-ന് മുകളിലാണ് വില. ബീൻസ് കിട്ടാനുമില്ല. പച്ചപ്പയർ, വെണ്ടയ്ക്ക എന്നിവയ്ക്ക് 70 രൂപയും ഇളവൻ 28, മത്തൻ 30, തക്കാളി 50, പടവലം 50, പാവയ്ക്ക 60, ക്യാരറ്റ് 40, വെള്ളരി 20, നാളികേരം 54 എന്നിങ്ങനെയാണ് വില. ഇത്തവണ വിഷു വിപണി വാഴക്കർഷകരെയാണ് ദുരിതത്തിലാക്കിയത്. മുൻ വർഷങ്ങളിൽ 100 രൂപയ്ക്ക് വരെ വിറ്റിരുന്ന നേന്ത്രക്കായ ഇപ്പോൾ 30 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കാർഷിക സമൃദ്ധിയുടെ ഉത്സവാഘോഷമായ വിഷു
കർഷകന്റെ വിയർപ്പിന് വില ലഭിക്കുന്ന വിളവെടുപ്പ് കാലം കൂടിയാണ്. TCV തൃശൂർ. കാരമുക്ക് മാങ്ങാട്ടുകര റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. അന്തിക്കാട് ആൽക്കോൾ റോഡിന് കിഴക്ക് പൂക്കാട്ട് രാജൻ മകൻ 23 വയസ്സുള്ള അശ്വിൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ 20 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം. വാടാനപ്പള്ളി ഭാഗത്തു നിന്നും വന്നിരുന്ന യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പിന്നീട് വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളിക്കുളങ്ങര പാലപ്പിള്ളി റോഡിലെ നായാട്ടുകുണ്ട് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് അപകടത്തിനിടയാക്കുന്നു. ഇറക്കവും വളവുമുള്ള ഭാഗത്താണ് ടാറിംഗ് ഇളകി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതുവഴി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്ഥലമാണിത്. കുത്തനെയുള്ള ഇറക്കമായതിനാൽ കുഴികളിൽ ചാടുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന സംഭവവും ഉണ്ടാകുന്നുണ്ട്. നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നുപോകുന്നത് പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര റോഡിലൂടെയാണ്. മലയോര ഹൈവേക്കുള്ള സ്ഥലമെടുപ്പും അനുബന്ധ നടപടികളും പൂർത്തിയാകാൻ വൈകുന്നതിനാൽ ഈ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ അറ്റകുറ്റപ്പണി നടത്തി കുഴികൾ അടയ്ക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് മുഖത്തിടിച്ച് ആക്രമിച്ചതായി പരാതി. BJP ഏരിയ കമ്മിറ്റി അംഗം പഴയന്നൂർ പൊട്ടൻകോട് രാരിയങ്കണ്ടത്ത് രാവുണ്ണിയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാതർ ആക്രമിച്ചത്. പഴയന്നൂർ ടൗണിലെ ഭാരത് പെട്രോൾ പമ്പിന് സമീപത്തെ റോഡിൽ ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് പോകാനായി തയ്യാറായിരിക്കുമ്പോഴാണ് സംഭവം. പഴയന്നൂർ പോലീസ് കേസെടുത്തു. ദളിത് കോൺഗ്രസ് കാട്ടകാമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ ശില്പി BR അംബേദ്കർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PB സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വാസു കോട്ടോൽ, വാസു കാഞ്ഞിരത്തിങ്കൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MP രാജൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ 135ാം ജന്മദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മിനി ജോസ്, കോൺഗ്രസ് നേതാക്കളായ MK ചന്ദ്രൻ, KS ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ BR അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് പട്ടികജാതി ക്ഷേമ സമിതി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി NK പ്രമോദ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗം K. രാജൻ, TR സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ BR അംബേദ്കറിന്റെ 135ാം ജയന്തിയോടനുബന്ധിച്ച് നടത്തറ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. പൂച്ചടി സെന്ററിൽ നടന്ന ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി ML ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുബ്രൻ പൂച്ചട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ കൃഷ്ണൻ, ഷേർലി മോഹൻ, റോണി കുര്യൻ, ഭാരതീയ പട്ടികജന സമാജം തൃശൂർ ജില്ലാ ഭാരതീയ പട്ടികജന സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ BR അംബേദ്കറുടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PK ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TV വിശ്വമിത്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K. അജിത് കുമാർ, മുൻ ജില്ലാ പ്രസിഡന്റ് KS അനിൽകുമാർ, മഹിളാ സമാജം ജില്ലാ പ്രസിഡന്റ് സാവിത്രി ചന്ദ്രൻ, മഹിളാ സമാജം ജില്ലാ സെക്രട്ടറി രശ്മി സുമേഷ്, ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, ജാനു സജീവൻ എന്നിവർ സംസാരിച്ചു. നല്ല വസ്ത്രം ധരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് ഇടവേള. കാന്തൻ വസുദേവാത്മജ പുലർക്കാലേ
ഇനി വിഷു കാഴ്ചകളുമായി കണി കാണും നേരം. വിഷു ഒരു കാർഷികോത്സവമാണ്. ഓണം പൂക്കാലമാണെങ്കിൽ പച്ചക്കറികളും ഫലമൂലാദികളും വിളവെടുത്ത താലങ്ങളും കുട്ടകളും വട്ടികളും നിറയ്ക്കുന്നതാണ് വിഷു. കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങളിൽ നിറയെ പച്ചക്കറി വിളയുന്ന കാലമാണ് വിഷുപ്പിറവിക്ക് തൊട്ടു മുൻപുള്ള മാസങ്ങൾ. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ തരിശിടാതെ പയറും പാവലും പടവലവും സ്വർണ്ണ നിറമാർന്ന വെള്ളരിയും എന്നുവേണ്ട മിക്കവാറും എല്ലാത്തരം പച്ചക്കറികളും വിളയിച്ച് അവ വിളവെടുക്കുന്ന കാലമാണ് വിഷുക്കാലം. കണിത്താലത്തിൽ കണിയൊരുക്കാൻ ചക്ക, മാങ്ങ എന്നിങ്ങനെയുള്ള നമ്മുടെ സ്വന്തം കനികൾ തയ്യാറാവുന്നതും കിഴങ്ങുകളും മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും വിളവെടുപ്പിന് പാകമാവുന്നതും ഇക്കാലത്താണ്. നാട്ടിൽ കിട്ടുന്നതായ എല്ലാവിധം പഴങ്ങളും പച്ചക്കറികളും കേരളീയരുടെ കണിത്താലത്തിൽ നിറയുന്നു. മേടസംക്രാന്തിയാവുമ്പോഴേക്കും അടിമുടി പൂത്തൊലയുന്ന കണിക്കൊന്ന, പഴുക്കച്ചക്ക, മാങ്ങ, നാളികേരം, വിവിധയിനം പഴങ്ങൾ, അങ്ങനെ എല്ലാത്തരം മംഗളവസ്തുക്കളും കണിയൊരുക്കുന്നു. അതിലെല്ലാം തീരെ കുറയാത്ത പ്രാധാന്യം കാർഷിക വിഭവങ്ങൾക്ക് നൽകുന്നു. വിഷുവിന് കൃഷിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആചാരങ്ങളും നിലനിന്നിരുന്നു. അതിൽ പ്രധാനമാണ് കൃഷി ആയുധ പൂജ. കൃഷിക്ക് ഉപയോഗിക്കുന്ന കൈക്കോട്ട്, അരിവാൾ, കലപ്പയുടെ കരി എന്നിവ കഴുകി വൃത്തിയാക്കി വിഷുദിനത്തിൽ ഉച്ച കഴിഞ്ഞാൽ ആയുധങ്ങളിൽ ചന്ദനം, സിന്ദൂരം എന്നിവ തൊടുവിച്ച് കൊന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് പൂജിച്ചതിന് ശേഷം ഈ കൃഷി ആയുധങ്ങൾ കൊണ്ട് പാടത്ത് ചാലെടുത്ത് ധാന്യങ്ങളുടെയും പച്ചക്കറികളുടെയും വിത്തുകൾ നടുന്നതാണ് പ്രധാന ആചാരം. ഇതിന് കൈക്കോട്ട് ചാലിടുകയെന്നാണ് പറയുന്നത്. പ്രാദേശികമായി ആചാരങ്ങളിലും പേരുകളിലും വ്യത്യാസം കണ്ടുവരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വിഷുദിനത്തിൽ കന്നുകാലികളെ കുളിപ്പിച്ച് കുറി തൊടുവിച്ച് അവയ്ക്ക് നിറയെ ഭക്ഷണം നൽകി അവയെ ഉപയോഗിച്ച് നിലം ഉഴുത് പുതിയ കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുതുവർഷത്തിൽ കൃഷിക്ക് തുടക്കമിടുന്നു. ഇങ്ങനെ ഉഴുത ചാലിൽ അവൽ, മലർ, അട എന്നിവ നേർദിക്കുന്ന പതിവുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. വിഷുവിനോടനുബന്ധിച്ച് വീടുകളിൽ കണി കാണാൻ വയ്ക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങൾ ഇത്തവണ വിപണിയിൽ ക്ഷാമം. ഗൾഫ് മേഖലയിൽ യുദ്ധഭീഷണിയാണ് ക്ഷാമം നേരിടാൻ കാരണം. വിഗ്രഹ നിർമ്മാണത്തിന് ആവശ്യമായ ഫൈബർ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളും നിറം നൽകുന്നതിനുള്ള സീലർ, മെലാമിൻ, ഗോൾസി, ടിന്നർ, പശ, പെയിന്റ് തുടങ്ങിയവയും സാധാരണയായി ചൈനയിൽ നിന്നാണ് കണ്ടെയ്നർ മാർഗം എത്തുന്നത്. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കടൽ ഗതാഗതത്തിലെ അനിശ്ചിതത്വവും ചില തുറമുഖങ്ങളിലെ നിയന്ത്രണങ്ങളും കാരണം കഴിഞ്ഞ 2 മാസമായി ഈ വസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞതോടെ പ്രാദേശിക വിഗ്രഹ നിർമ്മാണം ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. നേരത്തെ ഓർഡർ എടുത്ത പല ശില്പികൾക്കും സമയബന്ധിതമായി ഇവ വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. മൊത്ത വ്യാപാരികളിലെ പഴയ സ്റ്റോക്കുകൾ പോലും ഇതിനകം വിറ്റഴിഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. സാധാരണയായി വിഷുവിന് മുന്നോടിയായി 100 കണക്കിന് കൃഷ്ണരാധ വിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്താറുള്ളത്. എന്നാൽ ഇത്തവണ ഫെബ്രുവരി അവസാനം മുതൽ അസംസ്കൃത വസ്തുക്കളുടെ വരവ് നിലച്ചതോടെ വിപണിയിൽ ഇവയുടെ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. വിഷുക്കണിക്കായി മികച്ച മനോഹരമായ വിഗ്രഹങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് ആശങ്കയുണ്ടാക്കുകയാണ്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തുടനീളം വിഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വ്യാപാരികൾക്ക് ആവശ്യമായ വിഗ്രഹങ്ങൾ ലഭിക്കാതെ മടങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണി കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളെയും നിരവധി തൊഴിലാളികളുടെ ഉപജീവനത്തെയും അനിശ്ചിതത്വത്തിലാക്കുകയാണ്. TCV കുന്നംകുളം. കൊല്ലം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. റഫീഖ് വൈപീസ് അധ്യക്ഷത വഹിച്ചു. റഫീഖ് കാതിക്കോട്, അർഷാദ് മതിലകം, നിഷാദ് മതിൽമൂല, സയ്യിദ് ഇസ്ഹാഖ്, PA കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് പാവറട്ടിയുടെ ജീവകാരുണ്യ പദ്ധതിയായ സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് പാവറട്ടിയുടെ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സ്നേഹഭവനം പദ്ധതി നടപ്പാക്കുന്നത്.
വെൺമണിനാട് തത്തകുളങ്ങര ക്ഷേത്രത്തിന് സമീപം തകർന്ന വീട്ടിൽ താമസിച്ചിരുന്ന വേലായുധന് സുരക്ഷിതമായ ഭവനം എന്നത് വലിയ സ്വപ്നമായിരുന്നു. സാമൂഹിക സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ലയൺസ് ക്ലബ്ബ് പാവറട്ടി വേലായുധന്റെ ഭവന നിർമ്മാണം ഏറ്റെടുത്ത് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. 400 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള സ്നേഹഭവനത്തിന്റെ നിർമ്മാണം 2 മാസം കൊണ്ട് പൂർത്തീകരിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ ബുധനാഴ്ച രാവിലെ സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം നിർവഹിക്കും. പാവറട്ടി ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ VG തോംസൺ, VS സെബി, PI ജെയിംസ്, വിൻസെന്റ് നീലങ്കാവിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അധ്യാപനം ഒരു ജോലി എന്നതിലുപരി സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് അധ്യാപക അവാർഡ് ജേതാവ് VS സെബി പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ITEയിൽ നടന്ന സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ പ്രിൻസിപ്പൽ അനിത തോമസ് അധ്യക്ഷത വഹിച്ചു. സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പായ അയനം 15 ദിവസം നീണ്ടുനിൽക്കും. ക്യാമ്പ് ഓഫീസർ ബ്ലസി ബേബി മൂക്കൻ, ക്യാമ്പ് ലീഡർ P അൻലിയ, ലിഖിത ജോർജ് എന്നിവർ സംസാരിച്ചു. മണ്ണിൽ പൊന്നു വിളയിച്ച് നാരായണനും സുരേഷും വിഷുവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടന്നു. ഇത്തവണ 2 ഏക്കർ സ്ഥലത്താണ് വെള്ളരി കൃഷി ചെയ്തത്. ചങ്ങരംകുളം ചിയ്യാനൂർ കൈപ്ര വളപ്പിൽ നാരായണനും മടത്തിൽ വളപ്പിൽ സുരേഷും 20 വർഷമായി തുടർച്ചയായി പച്ചക്കറി കൃഷി ചെയ്തുവരുന്നുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളായ ഷെമീന മുഹമ്മദ്, വിപിൻ ചിയ്യാനൂർ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല ക്യാപ്റ്റൻ ലക്ഷ്മി ഭട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിഷുക്കോടി സമ്മാനിച്ചു. തിരുവില്ലാമല ഓട്ടോ ഗ്യാരേജ് ഉടമ വാസുദേവനാണ് വിഷുക്കോടികൾ സ്പോൺസർ ചെയ്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ഭട്ട് സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ബിന്ദു അധ്യക്ഷയായിരുന്നു. തിരുവില്ലാമല വർക്ക്ഷോപ്പ് കൂട്ടായ്മ പ്രസിഡന്റ് മോഹനൻ, സെക്രട്ടറി പ്രതാപൻ, സ്കൂൾ അധ്യാപിക ശ്രീപ്രിയ, അബ്ദുൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ തിരുനാളിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. തിരുനാൾ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കൌൺസിലർ ബൈജു വർഗീസ് നിർവഹിച്ചു. ജനറൽ കൺവീനർ ബ്രിസ്റ്റോ തൈപ്പാടത്ത്, ജോയിന്റ് കൺവീനർമാരായ അനിൽ മണിത്തോട്ടം, ജോൺ ലി മാത്യു, ഡാഫി ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിധരായി. ജൂൺ 7-ന് തിരുഹൃദയ തിരുനാളും 9-ന് ഊട്ടുതിരുനാളും ആഘോഷിക്കും. വലിയൊരു ആഘോഷത്തിൻ്റെ തിരുനാൾ കൂടി ഭക്ഷണവും കഴിച്ച് എല്ലാ കൊല്ലവും അതിനൊരു മുടക്കുന്നവരെ വരുത്തിയിട്ടില്ല. ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രം എന്നെ സംബന്ധിച്ച് എന്നെ ആക്കിയ ഒരു പള്ളി. ശിവഗിരി മഠത്തിന്റെ ശാഖാസ്ഥാപനമായ പേരാമ്പ്ര ഗുരുപുരം ശ്രീനാരായണ ഗുരു ചൈതന്യ മഠത്തിൽ നടന്നുവന്ന ശ്രീനാരായണ കൺവെൻഷനും ശ്രീനാരായണ പരബ്രഹ്മോദയ ക്ഷേത്രത്തിലെ ഗുരുദേവ പ്രതിഷ്ഠാ മഹോത്സവവും സമാപിച്ചു. ഗുരുദേവ കൃതി പാരായണ, സമൂഹാർച്ചന, സർവൈശ്വര്യ പൂജ, വിഷു കൈനീട്ടം നൽകൽ, ഗുരുപൂജ, തുടർന്ന് പ്രസാദ വിതരണം എന്നിവ നടന്നു. ഗുരു ചൈതന്യ മഠം ഇൻചാർജ് ശിശുപാലൻ, ചെയർമാൻ AK ബാബു, വർക്കിംഗ് ചെയർമാൻ VG ദയപാൽ, ജനറൽ കൺവീനർ നരേന്ദ്രൻ നെല്ലായി, സെക്രട്ടറി കൃഷ്ണൻകുട്ടി പുളിക്കൽ, കൺവീനർ രാജി ചിന്മയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആനന്ദപുരം തറക്കൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഈ മാസം 15 മുതൽ 18 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 17-ന് നടക്കുന്ന കാഴ്ചശീവേലിയിൽ 7 ഗജവീരന്മാർ അണിനിരക്കും. പഞ്ചവാദ്യത്തിന് വൈക്കം ചന്ദ്രന്മാരാരും പാണ്ടിമേളത്തിന് പെരുവന്നം സതീശന്മാരാരും പ്രമാണികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് AN രമേശ്, സെക്രട്ടറി KV ഷൈനൂജ്, ഗജാൻജി CG ഹരിദാസ്, കൺവീനർ VN കാർത്തികേയൻ എന്നിവർ പങ്കെടുത്തു. കാരമുക്ക ചിദംബര ക്ഷേത്രത്തിന്റെ നടപ്പുര നിർമ്മാണ ഫണ്ടിലേക്ക് SNGS സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ 90s ബാച്ച് കൂട്ടായ്മ സംഭാവന നൽകി. 90s ബാച്ചിന്റെ ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീദേവി, സെക്രട്ടറി ശ്രീജിത്ത്, ട്രഷറർ സിന്ധു, വൈസ് പ്രസിഡന്റ് ഷിനോയ്, ജോയിന്റ് സെക്രട്ടറി ജോഷി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗിരീഷ്, ദിലീപ്, ബിജു, ടോണി തുടങ്ങിയവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മണലിത്തറ പ്രദേശത്തെ നിർധനരായവർക്കും മഹിളാ കോൺഗ്രസ് അംഗങ്ങൾക്കും പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. പ്രതിപക്ഷ നേതാവായിരുന്ന AR കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ജോഫി ചിറയത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, സതീഷ് തിരുത്തിൽമേൽ, രാജൻ കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു.
ഇനി വാണിജ്യം. മഗ്നോളിയ സിഗ്നേച്ചർ യൂണിസെക്സ് പ്രീമിയം സലൂൺ ഒല്ലൂർ പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിന് സമീപം 3000 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മഗ്നോളിയ സിഗ്നേച്ചർ ബിൽഡിംഗിൽ ആരംഭിച്ച പ്രീമിയം യൂണിസെക്സ് സലൂൺ ചലച്ചിത്രതാരം നീതു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജോഷുവ, കൗൺസിലർ ലിംന മനോജ്, മഗ്നോളിയ മാനേജിംഗ് ഡയറക്ടർമാരായ സുധീഷ് സുരേന്ദ്രൻ, ജാസ്മിൻ സുധീഷ്, നളിനി സുരേന്ദ്രൻ, യാദവ് കൃഷ്ണ, ശ്രീനന്ദന, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് ടെലിവിഷൻ റിയാലിറ്റി ഷോ വിന്നർ ഋതു കൃഷ്ണയും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. പെർമനന്റ് മൈക്രോ ബ്ലേഡിംഗ്, പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ, പെർമനന്റ് നെയിൽ എക്സ്റ്റൻഷൻ, ടാറ്റു റിമൂവിംഗ്, വാട്സ് റിമൂവിംഗ്, ഇയർ ലോബിംഗ് എന്നിവ മഗ്നോളിയയുടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകളാണ്. കൂടാതെ ഹൈഡ്ര കാർബൺ ഫോട്ടോ ഫേഷ്യൽ, കൊറിയൻ സ്കിൻ ടൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ്, ആന്റി ഏജിംഗ് ഉൾപ്പെടെയുള്ള നിരവധി ഫേഷ്യലുകളും മഗ്നോളിയയുടെ പ്രത്യേകതയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള സൗന്ദര്യ സംരക്ഷണവും മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള മഗ്നോളിയയുടെ പ്രധാന സവിശേഷതയാണ്. 3000 സ്ക്വയർ ഫീറ്റിൽ മണ്ണുത്തിയിലും മഗ്നോളിയ യൂണിസെക്സ് ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 9 മുതൽ രാത്രി 7 വരെയാണ് പ്രവർത്തന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 7558904233. തൃശൂർ കണ്ടശാങ്കടവ് ആസ്ഥാനമായി 69 വർഷമായി പ്രവർത്തിച്ചുവരുന്ന NTC ഗ്രൂപ്പിന്റെ സ്റ്റാൾ 5ാം തവണയും തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ ധനകാര്യ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന NTC ഗ്രൂപ്പ് തുടർച്ചയായി 5ാമത്തെ വർഷമാണ് തൃശൂർ പൂരം എക്സിബിഷനിൽ സ്റ്റാൾ ഒരുക്കുന്നത്. എക്സിബിഷൻ സെന്ററിലെ മെയിൻ വേദിയോട് ചേർന്ന് ആരംഭിച്ച സ്റ്റാൾ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. NTC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് ടി, തൃശൂർ പൂരം എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് ജയചന്ദ്രൻ, സെക്രട്ടറി ദിലീപ് കുമാർ, വൈസ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ്, ട്രഷറർ അരുൺ, ന്യൂ തൃശൂർ കമ്പനിയുടെ ചെയർമാൻ KA ബോബൻ, NTC ഗ്രൂപ്പ് HR മാനേജർ P ഗിരീഷ് കുമാർ, പ്ലാനിംഗ് മാനേജർ TK ദേവദാസ്, ജീവനക്കാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി NTC ഗ്രൂപ്പിന്റെ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു. ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, വെഹിക്കിൾ ലോൺ, ഇൻവെസ്റ്റ്മെന്റേഴ്സ്, ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയവയാണ് NTC ഗ്രൂപ്പിന്റെ പ്രധാന പ്രവർത്തന മേഖലകൾ. കൂടാതെ ടൂർസ് ആൻഡ് ട്രാവൽസ് മേഖലയിൽ ടൂർ പാക്കേജുകളും എയർ, ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് അടക്കമുള്ള സേവനങ്ങളും NTC ഗ്രൂപ്പ് ഉത്തരവാദിത്തത്തോടെ നൽകി വരുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,110 രൂപ, പവന് 1,12,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 13 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 28 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പെരിഞ്ഞനം സ്വദേശി പുത്തുപുരയ്ക്കൽ സായുജിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ കോടതി ശിക്ഷിച്ചത്. UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. CPM-ന്റേത് കെട്ടിപ്പൊക്കിയ കണക്കുകളെന്നും ചെന്നിത്തല. കാട്ടാന മഞ്ഞക്കൊമ്പന്റെ തുമ്പിക്കൈക്ക് പരിക്ക്, മറ്റാനകളുമായി കൊമ്പ് കോർത്തപ്പോഴാണ് പരിക്കേറ്റതെന്ന സൂചന. നാളെ വിഷു ആഘോഷത്തിനൊരുങ്ങി മലയാളികൾ. പച്ചക്കറി, പടക്കം വിപണിയിൽ വൻ തിരക്ക്. കാരമുക്ക് മാങ്ങാട്ടുകരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് സ്വദേശി അശ്വിൻ, മണലൂർ സ്വദേശി വിഷ്ണു എന്നിവരാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.